ഇപ്പൊ തമിഴ് മാസ് സിനിമകൾക്ക് സീൻ എലവേറ്റ് ചെയ്യാൻ ഒരു റെട്രോ സോങ് നിർബന്ധമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകേഷ് അല്ല ഈ പരിപാടി തുടങ്ങി വെച്ചത്, ഒരു മലയാളി സംവിധായകനാണ്. ആരാന്നറിയാം? നമ്മുടെ അനശ്വര നടൻ ജഗതിയുടെ ഒരു പഴയ പാട്ടിൽ കുറച്ച് ലിറിക്സും ഹെവി മ്യൂസിക്കും കയറ്റി നമ്മുടെ അൽഫോൻസ് പുത്രന്റെ നേരം സിനിമയിൽ വന്ന പിസ്തയാണ് ഈ ട്രെൻഡിനെ ശരിക്കും ജനകീയമാക്കിയത്. ഒരു കാലത്ത് സ്പീഡ് മൂവി ദിലീപ് ചിക്കൻ കഴിക്കുന്ന കണ്ട് സലീം കുമാർ നോക്കി വെള്ളം ഇറക്കുന്നത് പോലെ അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ വന്ന് പൈസ വാരുന്നത് കണ്ട് നമ്മൾ നിന്നിരുന്ന കാലത്താണ് പുത്രേട്ടൻ പ്രേമം അങ്ങോട്ട് ഇറക്കി വിടുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ ഹിറ്റ് ആകുക മാത്രമല്ല, അവിടെ ഒരു ട്രെൻഡ് സെറ്റർ ആകുകയും അവിടുത്തെ സിനിമകൾ റെഫറൻസുകളുമായ പ്രേമം. ഇന്ന് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ചിത്രമായ രാമായണത്തിൽ വരെ എത്തി നിൽക്കുന്ന സായി പല്ലവിയെ നമുക്ക് കിട്ടിയ പ്രേമം. ആളുകൾ ഇൻസെക്യൂരിറ്റിയോടുകൂടെ മാത്രം നോക്കിയിരുന്ന മുഖക്കുരുവിനോട് വരെ പ്രേമം തോന്നിപ്പിച്ച പടം. എഡിറ്റിംഗിൽ ഒരു സിനിമ മാറി മറിയുമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന പ്രേമം. നിവിൻ പോളി എന്ന താരത്തിന്റെ സ്റ്റാർഡം ഇരട്ടിയാക്കിയ പ്രേമം. സ്കൂൾ കോളേജ് ഓണാഘോഷങ്ങളുടെ എല്ലാം കളർ തന്നെ മാറ്റിയ പ്രേമം. സ്റ്റിൽ ഇതൊക്കെ കേട്ട് ചിരിക്കണ്ട, കാരണം പടം ഇറങ്ങിയിട്ട് 10 വർഷം തികഞ്ഞിരിക്കുന്നു. ഇപ്പൊ ആകെ ഒരേ ഒരു വിഷമമേ ഉള്ളൂ, അൽഫോൻസ് പുത്രൻ സിനിമ ചെയ്യുന്നില്ല. അദ്ദേഹം പാട്ട് പഠിക്കുകയും എഡിറ്റിംഗ് തുടരുകയും പുതിയ സിനിമകൾക്കായി മീറ്റിംഗുകൾ നടത്തുന്നതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ എന്തോ എവിടെയോ ഉൾവലിഞ്ഞു നിൽക്കുന്ന പോലെ ഒരു തോന്നൽ, മലയാളികളോട് എന്തോ ഒരു വിഷമമുള്ള പോലെ ഒരു തോന്നൽ. ബ്രദർ, നിങ്ങൾ മലയാളി ഓഡിയൻസിന് ഹാപ്പിനെസ്സും അഭിമാനവുമാണ് തന്നിട്ടുള്ളത്, ആൻഡ് വി ഓൾ ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരാളല്ല നിങ്ങൾ. കഴിഞ്ഞതൊക്കെ വിട്ടിട്ട് നല്ല ഫ്രഷ് ഐറ്റംസുമായി വീണ്ടും ഒന്നുകൂടെ വാ. വി ആർ വെയിറ്റിംഗ്. കം ബാക്ക് ബ്രദർ, കം ബാക്ക്.